അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് വരും ദിവസങ്ങളിലൊക്കെ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ 2 ദിവസം പങ്കെടുക്കുന്നില്ല. ഈ 3-4 ദിവസത്തേക്ക് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. അവിടെയെല്ലാം ഒരുപക്ഷെ അൻവറിനെ കേൾക്കാൻ ആള് കൂടിയേക്കാം. ഇന്നിപ്പോൾ നേരത്തെ അനീഷ് പറഞ്ഞ പോലെ മാമി തിരോധാനം എന്നത് ആ മേഖലയിൽ, മലബാർ മേഖലയിലൊക്കെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി അൻവറിന് അറിയാമെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അത് വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു വഴിയായി കൂടി അത്തരത്തിൽ അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ ഓരോ പൊതുയോഗങ്ങളിലും ഓരോ പ്രാദേശികമായ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്ന ഒരു പുതിയ സ്ട്രാറ്റജി അല്ലേ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ കരുതാം. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴും കൃത്യമായ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് അൻവറിന്റെ ഓരോ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും ഓരോ പടിക്കെട്ടും മുന്നോട്ട് കയറുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേവലം വാർത്താ സമ്മേളനങ്ങളിലോ സൈബർ ഇടങ്ങളിലോ മാത്രം നിൽക്കുകയല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് താൻ ഇറങ്ങുന്നു. ഈ താൻ പറയുന്നത് ഒറ്റപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർ തന്റെ ഒപ്പം എത്തുന്ന ജനക്കൂട്ടത്തെ കാണുക എന്ന ഒറ്റ ലക്ഷ്യം തന്നെയാണ്. കാരണം ചെറിയ ധൈര്യം പോരാ ഇത്തരത്തിൽ യോഗങ്ങൾ വിളിക്കുകയും അതിലേക്ക് ആളുകൾ എത്തുകയും ചെയ്യുമ്പോൾ. ഇനി മറിച്ച് ആൾക്കൂട്ടം തീരെ കുറവാണെങ്കിൽ അത് വലിയ പ്രതിരോധത്തിലേക്ക് അൻവറിനെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷെ അതല്ല, ഇപ്പോൾ അൻവർ ജയിച്ചു നിൽക്കുന്നു എന്ന പ്രതീതി പുറത്തുണ്ട്. കാരണം ഇത്രയും അധികം ആളുകളെ ഒരു വ്യക്തി തന്നെ ആൾക്കൂട്ടമായി മാറുന്നത് ഒരു വലിയ കാഴ്ച തന്നെയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ പോലും ആളുകളെ കൂട്ടാൻ ഇക്കാലത്ത് ബുദ്ധിമുട്ടുമ്പോൾ ഒരു വ്യക്തിയുടെ ആഹ്വാനപ്രകാരം അൻവർ തന്നെ പറയുന്നത് താൻ ആരെയും പ്രത്യേകം ഈ ഇത്തരം യോഗങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടില്ല. 50 കസേര ഇടും എന്ന് പറയുന്നിടത്ത് 5000 പേർ എത്തുമ്പോൾ അല്ലെങ്കിൽ 10000 പേർ എത്തുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മാറ്റമായി പോലും വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങാതെ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള കോഴിക്കോട് നഗരത്തിൽ കൂടി ഒരു സമ്മേളനം വിളിക്കാൻ അൻവറിന് ധൈര്യമുണ്ടായത്. കാരണം ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു കേസാണ്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു, ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, എന്നിട്ടും ഒരു തുമ്പ് പോലും കേസിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. നിരന്തരം ക്രൈംബ്രാഞ്ച് പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കേസ് നീങ്ങാൻ ഒരുങ്ങവേ വളരെ പെട്ടെന്ന് ADGP MR അജിത് കുമാർ ഇടപെടുകയും അതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ സംഘത്തിന്റെ തലവരായി അദ്ദേഹം തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ ആ കേസ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഇതിനുശേഷമാണ് പിന്നീട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും CBI അന്വേഷണത്തിന് വിടുന്നതിൽ എതിർപ്പില്ല എന്ന് സർക്കാർ പോലീസ് കോടതിയെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധനം. എന്നാൽ പിന്നീടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴും ആ കുടുംബത്തിന് കേരള പോലീസിന്റെ കഴിവിൽ, ശേഷിയിൽ, പ്രാപ്തിയിലൊന്നും ഒരു സംശയവുമില്ല. കേരള പോലീസ് തന്നെ അന്വേഷിച്ചോട്ടെ എന്ന് അവർ പറയുകയും കുടുംബം ഈ അന്വേഷണവുമായി ഇപ്പോൾ സഹകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്താനുണ്ട് എന്ന് അൻവർ പറയുന്നത്. അപ്പോൾ എന്താണ് അൻവർ പറയാൻ പോകുന്നത് എന്നത് കേൾക്കാൻ ആകാംക്ഷ ഈ മേഖലയിലുള്ളവർക്കുണ്ടാവും. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ മാമിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഇന്നത്തെ യോഗത്തിലെത്തും. പരമാവധി ആളുകളെ യോഗത്തിൽ എത്തിക്കണം എന്ന രീതിയിൽ ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മലബാറിന്റെ ഒരു തലസ്ഥാനമെന്നും വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് നഗരത്തിൽ തന്നെ വന്ന് CPM-നെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അൻവർ ലക്ഷ്യമിടുന്നത്. എന്തായാലും മലപ്പുറത്തിന് തുല്യമായ ഒരു ആൾക്കൂട്ടം ഈ കോഴിക്കോട് നഗരത്തിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കണക്കുകൂട്ടാം. തീർച്ചയായും അത് തന്നെയാണ് അൻവർ ലക്ഷ്യം വെക്കുന്നതും. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം യോഗം വിളിക്കുകയാണ്. അരുണ, ഇവിടെ CPM-ന് ഈ പറഞ്ഞതുപോലെ ഓരോ പ്രാദേശികമായ വിഷയങ്ങൾ നമുക്കറിയാം. മലബാർ രാഷ്ട്രീയത്തിൽ CPM ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? അതെങ്ങനെയാണ് ഈ അൻവറിലൂടെ അടക്കം പരാജയപ്പെടുന്നത്? പിണറായി വിജയന്റെ ഒരു സംഘപരിവാർ വിരുദ്ധ പ്രതിച്ഛായയെ വളരെ പ്രധാനമായും പ്രയോജനപ്പെടുത്താനായി CPM മലബാർ മേഖലയിൽ ശ്രമിച്ചിരുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അതിന്റെ പ്രതിഫലനം കണ്ടിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ദേശീയതലത്തിൽ ശക്തിപ്പെട്ടതിന് ശേഷം അതിന് തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലം നമ്മൾ കണ്ടു. അവിടെയാണ് അൻവറിനെ പോലെ ആ മേഖലയിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹം പറഞ്ഞത് ഈ മുസ്ലിം വിരുദ്ധനാണ് CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്നാണ്. അങ്ങനെ എത്ര കൃത്യമായ കോണുകളിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു വൈദഗ്ധ്യം കൂടി അൻവറിനുണ്ട്. ആ നേതാവിനെയാണ് CPM പിണക്കിയിരിക്കുന്നത്. ആ നേതാവാണ് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തു നിന്ന് മാറി നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് ചെറിയ കോട്ടമാകുമോ മലബാറിൽ ഉണ്ടാക്കുക?
ഒരിക്കലുമല്ല. വലിയ തിരിച്ചടി തന്നെ CPM ഉണ്ടാക്കും. അത് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അൻവർ എന്ന ഒരു നിലമ്പൂരിലെ ഒരു MLA മാത്രമല്ല, നിലമ്പൂർ ഒരുപക്ഷെ അടുത്ത തവണ CPM നഷ്ടപ്പെട്ടേക്കാം അൻവർ ഈ മുന്നണി മാറുന്നത് കൊണ്ട് തന്നെ. അതിനും അപ്പുറത്തേക്ക് മലബാർ മേഖലയിലുള്ള കടന്നുകയറ്റം സ്വാഭാവികമായും രണ്ട് വിഭാഗങ്ങളാണ് CPM-മായി പതിറ്റാണ്ടുകളായി അത്ര അടുക്കാതെ നിന്നിരുന്നത്. ഒന്ന് ന്യൂനപക്ഷ വിഭാഗം തന്നെയാണ്. അതിലേറ്റവും മുസ്ലിം ലീഗ് അവരുടെ അതിൽ ഭൂരിപക്ഷം സിംഹഭാഗം വോട്ട് കൊണ്ടുപോകുമ്പോൾ ബാക്കിയുള്ള വോട്ടുകൾ വിഭജിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. കോൺഗ്രസിനും വലിയ സ്വാധീനം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ്. KM മാണിയുടെ പാർട്ടിയുടെ വരവോടുകൂടി ജോസ് കെ മാണിയൊക്കെ മുന്നണി വന്നതോടുകൂടി ആ മേഖലയിൽ കടന്നു കയറാൻ കഴിഞ്ഞുവെന്നും അവിടെ ഗണ്യമായ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും CPM കണക്ക് കൂട്ടുന്നു. അതിന് അപ്പുറത്തേക്ക് മുസ്ലിം വിഭാഗങ്ങളിൽ കൂടി കൃത്യമായ വോട്ട് വിഹിതം വന്നാൽ മാത്രമേ, അത് സ്ഥിരമായി വന്നാൽ മാത്രമേ തുടർ ഭരണം തുടർച്ച എന്ന സ്വപ്നം സാധ്യമാകൂ എന്ന് CPM തിരിച്ചറിഞ്ഞു. അവിടെയാണ് അൻവറിനെ പോലുള്ള KTLനെ പോലുള്ള ആളുകൾ CPM-ന് തുണയായത്. അവിടെയാണ് വലിയ ചോദ്യം സംഭവിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സകല മേഖലകളിലും തിരിച്ചടി ഉണ്ടായി. അതിനൊപ്പം ഈ ന്യൂനപക്ഷ മേഖലകളിൽ വലിയ ഒലിച്ചുപോക്ക് പാർട്ടിക്ക് അടുത്ത കാലത്ത് ലഭിച്ച വോട്ടുകളിൽ, പരമ്പരാഗത വോട്ടെന്ന് പറയാൻ കഴിയില്ല, അടുത്ത കാലത്ത് ലഭിച്ച വോട്ടുകളിൽ വലിയ ഒലിച്ചുപോക്ക് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായും അതിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്ന, അതിന്റെ വേഗം വർദ്ധിപ്പിക്കുന്ന നടപടിയാകും TV അൻവറിനെ പിണക്കിയതിലൂടെ CPM-ന് ഉണ്ടാകാൻ പോകുന്നത്. അൻവർ നേരത്തെയൊക്കെ ഒരു വർഗീയ വിരുദ്ധ പ്രതിച്ഛായുള്ള പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ ചേർത്ത് നിർത്തിയ അൻവർ ആദ്യ അടി അടിച്ചത് തന്നെ അഴിമതിയാണ്, പിന്നീട് വർഗീയതയാണ്. CPM ന്യൂനപക്ഷ പ്രേമം പറയുന്നത് പോലെയുള്ള പാർട്ടിയല്ല. CPM-ന്റെ പ്രധാന നേതാക്കൾ പോലും സംഘപരിവാർ മനസ്സുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ മേഖലകളിൽ, മലബാർ മേഖലകളിലൊക്കെ നിലനിൽക്കാനുള്ള CPM-ന്റെ ഒരു ശ്രമത്തെയാണ് അൻവർ ചോദ്യം ചെയ്യുന്നത്. അത് തന്നെയാകും വരും നാളുകളിൽ, വരും വർഷങ്ങളിൽ CPM-ന് മലബാറിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അവിടെയാണ് അൻവർ കൃത്യമായി CPM-ന് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഇങ്ങനെ CPM ഇടതുമുന്നണിക്ക് പുറത്തുള്ളവരുടെ വോട്ടുകൾ കൊണ്ടുകൂടി, ചില സ്വതന്ത്രരടക്ക വോട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടുകൂടിയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും മലബാർ മേഖലകളിൽ ഇടതു ഭരണമുള്ളത്. അവയൊക്കെ പിടിച്ചെടുക്കുമെന്ന് അൻവർ പറയുമ്പോൾ, അട്ടിമറിക്ക് അൻവർ പറയുമ്പോൾ അത് വലിയ ആശങ്ക സ്വാഭാവികമായും CPM കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതാണ് സാഹചര്യം. ഏതായാലും CPM-ന് അത്ര നിസ്സാരമായി കാണാനാവില്ല അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെ. ഓരോ മേഖലകളിൽ, പ്രത്യേകിച്ചും മലബാറിലെ വിവിധതരം മേഖലകളിൽ പ്രാദേശികമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഒപ്പം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ, പോലീസിന്റെ ന്യൂനപക്ഷ പീഡനമടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് ഏത് തരത്തിൽ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണണം. പക്ഷേ CPM ഇതിനെ നിസ്സാരമായി കാണുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. തിരിച്ചു